students, welcome to today's chemistry class, Biomolecules, part 3. Carbohydrates. Carbohydrates are classified into 3 groups: monosaccharide, oligosaccharide and polysaccharides. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മോണോസാക്രൈഡ്സിനെ പറ്റി പഠിച്ചായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒളിഗോസാക്രൈഡ്സ് എന്താണെന്ന് കാണാം. ഒളിഗോസാക്രൈഡ്സിനെ നമ്മൾ പലതായിട്ട് തിരിച്ചിരിക്കുകയാണ്. ആ ക്ലാസിഫിക്കേഷൻ നമ്പർ ഓഫ് കാർബണിന്റെ അടിസ്ഥാനത്തിലാണ്. ഡൈസാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ ഡൈസാക്രൈഡ് ആയിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് മാൾട്ടോസ്. ഈ മാൾട്ടോസ് 2 മോണോസാക്രൈഡ് കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. ആ 2 മോണോസാക്രൈഡ് ആണ് ഗ്ലൂക്കോസ്. 2 ഗ്ലൂക്കോസ് കൂടി ചേർന്നാണ് മാൾട്ടോസ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ അടുത്ത ഡൈസാക്രൈഡ് ആണ് ലാക്ടോസ്. ലാക്ടോസ് എന്ന് പറഞ്ഞാൽ ഒരു ഡൈസാക്രൈഡ് ആണ്. ഈ ലാക്ടോസ് നിർമ്മിച്ചിരിക്കുന്നത് 2 മോണോസാക്രൈഡ് കൂടിയാണ്. അതായത് മോണോസാക്രൈഡ് ആയ ഗ്ലൂക്കോസും വേറൊരു മോണോസാക്രൈഡ് ആയ ഗാലക്ടോസും കൂടി ചേർന്നാണ് ലാക്ടോസ് നിർമ്മിച്ചിരിക്കുന്നത്. ലാക്ടോസിന്റെ കമ്പോണൻസ് ആണ് ഗ്ലൂക്കോസും ഗാലക്ടോസും. നമ്പർ ഓഫ് കാർബൺ എന്ന് പറയുമ്പോൾ 2 മോണോസാക്രൈഡ് എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. അതുപോലെ ഡൈസാക്രൈഡ് ആയ സുക്രോസ്, അതായത് സുക്രോസ് ഡൈസാക്രൈഡ് ആണെന്ന് പറയാൻ കാരണം 2 മോണോസാക്രൈഡ് കൂടി ചേർന്നാണ് സുക്രോസ് ഉണ്ടായിരിക്കുന്നത്. ആ 2 മോണോസാക്രൈഡ്സ് ആണ് ഒന്ന് ഗ്ലൂക്കോസും ഒരു ഫ്രക്ടോസും. ഒരു ഗ്ലൂക്കോസും ഒരു ഫ്രക്ടോസും കൂടി ചേർന്നാണ് സുക്രോസ് ഉണ്ടായിരിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഒളിഗോസാക്രൈഡ്സ് നമ്പർ ഓഫ് കാർബണിന്റെ അടിസ്ഥാനത്തിൽ, അതായത് നമ്പർ ഓഫ് മോണോസാക്രൈഡിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒളിഗോസാക്രൈഡ് ആണ് ട്രൈസാക്രൈഡ്. ട്രൈസാക്രൈഡ് എന്ന് പറഞ്ഞാൽ റഫിനോസ് എന്ന് പറയുന്ന ഒരു ട്രൈസാക്രൈഡ് ആണ്. ഈ ട്രൈസാക്രൈഡ് നിർമ്മിച്ചിരിക്കുന്നത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അതായത് 3 മോണോസാക്രൈഡ് കൂടി ചേർന്നത്. അതുകൊണ്ടാണ് ഇത് ട്രൈസാക്രൈഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒളിഗോസാക്രൈഡ് ആണ് 4 കാർബൺ ആറ്റമുള്ള അല്ലെങ്കിൽ 4 ടൈപ്പ് മോണോസാക്രൈഡ് ഉള്ള ആണ് ടെട്രാസാക്രൈഡ്. ടെട്രാസാക്രൈഡ് ആണ് സ്റ്റാഷോസ്, അതായത് അതിന് 2 ഗാലക്ടോസ് പ്ലസ് ഒരു ഗ്ലൂക്കോസ് ഒരു ഫ്രക്ടോസ് അങ്ങനെ 4 മോണോസാക്രൈഡ് കൂടി ചേർന്നാണ് ഈ കോമ്പൗണ്ട് ഉണ്ടായിരിക്കുന്നത്. പെന്റാസാക്രൈഡ് എന്ന് പറഞ്ഞാൽ 5 മോണോസാക്രൈഡ് കൂടി ചേർന്ന് ഉണ്ടായിരിക്കുന്ന ഒളിഗോസാക്രൈഡിനെയാണ് നമ്മൾ പെന്റാസാക്രൈഡ് എന്ന് പറയുന്നത്. 3 ഗാലക്ടോസും ഒരു ഗ്ലൂക്കോസും ഒരു ഫ്രക്ടോസും കൂടി ചേർന്നാണ് വെർബാസ്കോസ് എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ പെന്റാസാക്രൈഡ് ഉണ്ടായിരിക്കുന്നത്. അതിന് നമ്മളിവിടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഒളിഗോസാക്രൈഡ് ആണ് മനസ്സിലാക്കിയത്. ഒളിഗോസാക്രൈഡ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ മോണോസാക്രൈഡ് കൂടി ചേർന്നുണ്ടാകുന്ന കാർബോഹൈഡ്രേറ്റ്സിനാണ് ഒളിഗോസാക്രൈഡ്സ് എന്ന് പറയുന്നത്. ഒളിഗോസാക്രൈഡിനെ പലതായിട്ട് തിരിച്ചിരിക്കുന്നു: ഡൈസാക്രൈഡ്, ട്രൈസാക്രൈഡ്, ടെട്രാസാക്രൈഡ് ആൻഡ് പെന്റാസാക്രൈഡ്. അങ്ങനെ പല ക്ലാസിഫിക്കേഷൻ ഇവിടെ നടത്തിയിരിക്കുന്നത്. When hydroxyl group on the anomeric carbon of a monosaccharide react with an OH group of another carbohydrate or non-carbohydrate leads to glycosidic formation. 2 മോണോസാക്രൈഡ് കൂടി ചേർന്നാണ് നമുക്കിവിടെ ഒളിഗോസാക്രൈഡ്സ് അല്ലെങ്കിൽ ഡൈസാക്രൈഡ് ഉണ്ടായിരിക്കുന്നത്. ഡൈസാക്രൈഡ് 2 മോണോസാക്രൈഡ്. ആ മോണോസാക്രൈഡ് കൂടി ചേരണം, അല്ലാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നാൽ അത് മോണോസാക്രൈഡ് ആയിട്ട് നിൽക്കത്തുള്ളൂ. ആ 2 മോണോസാക്രൈഡ് കൂടെ കമ്പൈൻ ചെയ്യണം. ഈ കമ്പൈൻ ചെയ്യാൻ വേണ്ടി ഇവിടെ കോമ്പിനേഷൻ നടക്കുന്നത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഓൺ ദ ആനോമറിക് കാർബൺ ഓഫ് എ മോണോസാക്രൈഡ് റിയാക്ട് വിത്ത് ആൻ OH ഗ്രൂപ്പ് ഓഫ് അനദർ കാർബോഹൈഡ്രേറ്റ്. അവിടെ അങ്ങനെ ആകുമ്പോൾ ഒരു ലിങ്കേജ് ഉണ്ടാകുന്ന ആ ലിങ്കേജ് ആണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. 2 മോണോസാക്രൈഡ്സിൽ കൂടി ചേർക്കുന്ന ലിങ്കേജിനെയാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. അവിടെ ഓക്സിജൻ ആണ് നിനക്ക് വരുന്നത്. The bond joining the monosaccharides are called glycosidic bonds. Glycosidic bonds. ഡൈസാക്രൈഡ്സിനകത്ത് കാണപ്പെടുന്ന ബോണ്ടാണ് ഇപ്പൊ നമ്മളിവിടെ കാണുകയാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. 2 മോണോസാക്രൈഡ് ആണ് ഇവര്. ഈ 2 മോണോസാക്രൈഡ്സ് കൂടി ചേരുമ്പോൾ അവിടെ ഓക്സിജൻ ലിങ്കേജ് ആണ് അവിടെ നടക്കുന്നത്. അതാണ് ഓക്സിജൻ ടൈപ്പ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. When hydroxyl group on the anomeric carbon, ഒന്നാമത്തെ കാർബണെയാണ് ആനോമറിക് കാർബൺ നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ കാർബണയിലെ OH ഗ്രൂപ്പും when the hydroxyl group on the anomeric carbon of a monosaccharide react with the OH group of another carbohydrate, അടുത്ത കാർബോഹൈഡ്രേറ്റിലെ OH ഗ്രൂപ്പുമായിട്ട് അത് ലിങ്ക് ചെയ്യുന്നു.
ലിങ്ക് ചെയ്ത് നമുക്ക് എന്തുണ്ടാകുന്നു, ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഉണ്ടാകുന്നു. അന്നേരം ഇവിടെ നമുക്ക് കിട്ടും ROR എന്നുള്ള കൺസെപ്റ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. COC എന്നുള്ള കൺസെപ്റ്റ് ആണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ദ ബോണ്ട്സ് ജോയിനിങ് ദ മോണോസാക്രൈഡ്സ് ആർ കോൾഡ് ഗ്ലൈക്കോസിഡിക് ഓർ ഗ്ലൈക്കോസിൽ ബോണ്ട്സ്. ഇപ്പൊ നമ്മുടെ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആണ് ഈ കാണുന്നത്. When hydroxyl group on the anomeric carbon of a monosaccharide react with an OH group of another carbohydrate or non-carbohydrate leads to glycosidic formation. രണ്ട് മോണോസാക്രൈഡ് ഒരുമിച്ച് കൂടി ഡൈസാക്രൈഡ് ഉണ്ടാകുന്നു. ആ ബോണ്ടിന് പറയുന്ന പേരാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. Oligosaccharides. When two or more monosaccharides are combined by glycosidic bonds, they are named as disaccharide. Example ആണ് സുക്രോസ്, ട്രൈസാക്രൈഡ്, അരാബിനോസ്, ടെട്രാസാക്രൈഡ് എന്നീ 4 മോണോസാക്രൈഡ് കൂടി ചേർന്നുണ്ടാകുന്ന കാർബോഹൈഡ്രേറ്റ് ടെട്രാസാക്രൈഡ്. അതുപോലെ പെന്റാസാക്രൈഡ് 5 മോണോസാക്രൈഡ് കൂടി ചേർന്നുണ്ടാകുന്ന കാർബോഹൈഡ്രേറ്റ് പെന്റാസാക്രൈഡ്. പിന്നെ ഒളിഗോസാക്രൈഡിന് നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: ഡൈ, ട്രൈ, ടെട്ര ആൻഡ് പെന്റ. നമുക്ക് ഒളിഗോസാക്രൈഡ്സ്. സുക്രോസ് എന്ന് പറയുന്നതിന്റെ സ്ട്രക്ചറാണിത്. സുക്രോസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലൂക്കോസ് യൂണിറ്റും ഒരു ഫ്രക്ടോസ് യൂണിറ്റും കൂടെ കൂടി ചേർന്നാണ് സുക്രോസ്. അവിടെ നടക്കുന്ന ലിങ്കേജ് ആണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. അതുപോലെ തന്നെ ലാക്ടോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന രണ്ട് മോണോസാക്രൈഡ് കൂടി ചേർന്ന് ലാക്ടോസ് ഉണ്ടായിരിക്കുന്നത്. ഏതൊക്കെയാണ് ആ മോണോസാക്രൈഡ് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ലാക്ടോസിന്റെ മോണോസാക്രൈഡ്സ്, അതുപോലെ സുക്രോസിന്റെ മോണോസാക്രൈഡ്സ്, ലാക്ടോസിന്റെ മോണോസാക്രൈഡ്സ്. അതായത് ലാക്ടോസ് ഉണ്ടായിരിക്കുന്നത് 2 മോണോസാക്രൈഡ് കൂടി ചേർന്നാണ്. ഒന്ന് ഗ്ലൂക്കോസും രണ്ടാമത്തത് ഗാലക്ടോസ്. അടുത്താണ് മാൾട്ടോസും മാൾട്ടോസ് നിർമ്മിച്ചിരിക്കുന്നത്. മാൾട്ടോസ് ഒരു ഡൈസാക്രൈഡ് ആണ്. 2 ഗ്ലൂക്കോസ് യൂണിറ്റ് കൂടി ചേർന്നാണ് മാൾട്ടോസ് നിർമ്മിച്ചിരിക്കുന്നത്. 2 ഗ്ലൂക്കോസ് യൂണിറ്റ് കൂടി ചേർന്ന് ഇവിടെ നമുക്ക് ഗ്ലൈക്കോസിഡിക് ബോണ്ട് വഴി ഈ മോണോസാക്രൈഡ്സിനെ തമ്മിൽ ബന്ധിച്ചിരിക്കുന്നു. ഗ്ലൈക്കോസിഡിക് നമുക്ക് ഡൈസാക്രൈഡ് ഉണ്ടാകുന്നു. ഇനി ഡൈസാക്രൈഡ് എക്സാമ്പിൾ ലാക്ടോസ്, മാൾട്ടോസ് ഒക്കെ ഡൈസാക്രൈഡിന് എക്സാമ്പിൾ ആണ്. ഡൈസാക്രൈഡ് എന്ന് പറഞ്ഞാൽ 2 ഡൈസാക്രൈഡ് നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ അതിന് 2 കമ്പോണന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നു. ഇപ്പൊ നമുക്ക് മാൾട്ടോസ് അതുപോലെ തന്നെ ലാക്ടോസ് ഇവയെ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ അതിന് 2 മോണോസാക്രൈഡ് യൂണിറ്റ്സ് കിട്ടുന്നു. ഡൈസാക്രൈഡ്സ് 2 എന്നുള്ള അർത്ഥമാണ് ഡൈസാക്രൈഡ്. Disaccharide consists of 2 monosaccharide units. They are crystalline, water soluble and sweet to taste. Disaccharide പറ്റി പറയുകയാണെങ്കിൽ ക്രിസ്റ്റലൈൻ ആയിരിക്കും, വാട്ടർ സോലുബിൾ ആയിരിക്കും, സ്വീറ്റ് ആയിരിക്കും. ഡൈസാക്രൈഡിന് എക്സാമ്പിൾ ആണ് മാൾട്ടോസ്. ഇതിന് 3 എക്സാമ്പിൾ നമ്മൾ പഠിച്ചാൽ മതി. അതിൽ ആ 3 എക്സാമ്പിളിന്റെ മോണോസാക്രൈഡ്സ് എത്രയൊക്കെ മോണോസാക്രൈഡ് കൂടി ചേരുന്നതാണ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിക്കണം. മാൾട്ടോസ് എന്ന് പറഞ്ഞാൽ made up of 2 glucose molecule. 2 ഗ്ലൂക്കോസ് മോളിക്യൂള് ഗ്ലൈക്കോസിഡിക് ലിങ്കേജിലൂടെ കൂടി ചേർന്ന മാൾട്ടോസ് ഉണ്ടാകുന്നു. മാൾട്ടോസിന്റെ മോണോമേഴ്സ് ആണ് ഗ്ലൂക്കോസ്. ഓക്കെ, 2 ഗ്ലൂക്കോസ്. അടുത്താണ് ലാക്ടോസ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊരു മിൽക്ക് ഷുഗർ ആണ്. പാലിൽ കാണപ്പെടുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് ലാക്ടോസ്. മെയ്ഡ് അപ്പ് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്. ഓർത്തിരിക്കുക, ഗ്ലൂക്കോസും ഗാലക്ടോസും കൂടി ചേർന്നാണ് ലാക്ടോസ് ഉണ്ടായിരിക്കുന്നത്. ഗ്ലൂക്കോസ്, ഗാലക്ടോസ്. നമുക്ക് ഇവിടെ അറിയാം മാൾട്ടോസ് എന്ന് പറഞ്ഞാൽ 2 ഗ്ലൂക്കോസ് മോളിക്യൂളാണ്. ഇവിടെ ഗ്ലൂക്കോസും ഗാലക്ടോസ് എന്ന് പറഞ്ഞാൽ 2 ആൾഡോ ഹെക്സോസ് തന്നെയാണ്. ഇനി ഗ്ലൂക്കോസും ഗാലക്ടോസിന്റെ 2ന്റെയും ഫോർമുല C6H12O6 തന്നെയാണ്. വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഗ്ലൂക്കോസിന്റെ 4ാമത്തെ കാർബണിലെ OHന്റെയും ഗാലക്ടോസിന്റെ 4ാമത്തെ കാർബണിലെ OHന്റെയും കോൺഫിഗറേഷനുള്ള വ്യത്യാസമാണ്. ഗാലക്ടോസിനകത്ത് OHന്റെ പൊസിഷൻ, അവര് ഗ്ലൂക്കോസിന്റെയും ഗാലക്ടോസിന്റെയും 4ാമത്തെ കാർബണിലെ OHന്റെ പൊസിഷനുള്ള വ്യത്യാസം, കോൺഫിഗറേഷനുള്ള വ്യത്യാസം കൊണ്ടാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. സോറിംഗ് ഓഫ് മിൽക്ക് ഈസ് ഡ്യൂ ടു ദ കൺവേർഷൻ ഓഫ് ലാക്ടോസ് ടു ലാക്ടിക് ആസിഡ്. അതുപോലെ സുക്രോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കെയിൻ ഷുഗർ എന്ന സുക്രോസ്. ഗ്ലൂക്കോസ് ഒക്കെ നിർമ്മിച്ചിരിക്കുന്ന സുക്രോസുമാണ്. ഗ്ലൂക്കോസും ഫ്രക്ടോസും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സുക്രോസിന് ഹൈഡ്രോളിസിസ് നടത്തിയാൽ നമുക്ക് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഒക്കെ കിട്ടും. ഇതിനെ കെയിൻ ഷുഗർ എന്ന് പറയും. ഇറ്റ് ഇസ് എ ഷുഗർ ഫൗണ്ട് ഇൻ sugar cane and sugar beet. Most abundant among naturally occurring sugars, important source of dietary carbohydrates made up of glucose and fructose. സുക്രോസ് മെയ്ഡപ്പ് ചെയ്തിരിക്കുന്നത് ഗ്ലൂക്കോസും ഫ്രക്ടോസും വെച്ചാണ്. ഓക്കെ, സുക്രോസ് ഗ്ലൂക്കോസും ഫ്രക്ടോസും, ലാക്ടോസ് ഗ്ലൂക്കോസും ഗാലക്ടോസും, മാൾട്ടോസ് 2 ഗ്ലൂക്കോസ് മോളിക്യൂൾ. ഓക്കെ,
Disaccharide consists of two monosaccharide units held by glycosidic bond. Glycosidic bond എന്നുള്ള ഓർത്തിരിക്കുക, ഓക്സിജൻ ബോണ്ട്. They are crystalline, water soluble and sweet taste. They subdivided based on presence or absence of free reducing group. Disaccharides രണ്ട് മോണോസാക്രൈഡ് കൂടി ചേർന്നാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം മോണോസാക്രൈഡിനകത്ത് ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. ഫ്രക്ടോസ് ആണെങ്കിൽ കീറ്റോണിക് ഗ്രൂപ്പാണ്, ആൽഡിഹൈഡ് ഗ്രൂപ്പാണ് ഗ്ലൂക്കോസിനകത്ത് കാണുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഡൈസാക്രൈഡ്സിനെ റെഡ്യൂസിംഗ് ഡൈസാക്രൈഡ് എന്നും നോൺ റെഡ്യൂസിംഗ് ഡൈസാക്രൈഡ് എന്നും പറയുന്നു. റെഡ്യൂസിംഗ് ഡൈസാക്രൈഡ് എന്ന് പറഞ്ഞാൽ വിത്ത് ഫ്രീ ആൽഡിഹൈഡ് ഒരു കീറ്റോ ഗ്രൂപ്പ്, രണ്ടും കൂടെ കൂടി ചേർന്നാലും അവിടെ ഫ്രീ ആയിട്ടുള്ള ആൽഡിഹൈഡ് ഓർ കീറ്റോ ഗ്രൂപ്പ് കാണും. അങ്ങനെയാണെങ്കിൽ അതാണ് റെഡ്യൂസിംഗ് ഡൈസാക്രൈഡ്. എക്സാമ്പിൾ മാൾട്ടോസും ലാക്ടോസും. മാൾട്ടോസും ലാക്ടോസും റെഡ്യൂസിംഗ് ഷുഗർ എന്ന് പറയും. ഇനി ഡൈസാക്രൈഡിനെ വേറെ അടുത്ത ക്ലാസിഫിക്കേഷൻ നോൺ റെഡ്യൂസിംഗ് ഡൈസാക്രൈഡ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഫ്രീ ആൽഡിഹൈഡ് ഓർ കീറ്റോ ഗ്രൂപ്പ്. രണ്ട് മോണോമേഴ്സ് അല്ലെങ്കിൽ രണ്ട് മോണോസാക്രൈഡ് കൂടി ചേരുമ്പോൾ അവയുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ കീറ്റോണിക് ഗ്രൂപ്പ്, അതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അത് ഫ്രീ അല്ല. വിത്തൗട്ട് ഫ്രീ ആൽഡിഹൈഡ് ഓർ കീറ്റോ ഗ്രൂപ്പിനെയാണ് പറയുന്നത് നോൺ റെഡ്യൂസിംഗ് ഡൈസാക്രൈഡ്സ്. എക്സാമ്പിൾ സുക്രോസ്. ഓർത്തിരിക്കുക, നോൺ റെഡ്യൂസിംഗ് ഡൈസാക്രൈഡ് എക്സാമ്പിൾ ആണ് സുക്രോസ്. റെഡ്യൂസിംഗ് ഡൈസാക്രൈഡ് എക്സാമ്പിൾ ആണ് മാൾട്ടോസും ലാക്ടോസും. ഓക്കെ, ഇപ്പൊ നമ്മള് കാണുന്നത് മാൾട്ടോസ്. മാൾട്ടോസ് എന്ന് പറഞ്ഞാല് രണ്ട് ഗ്ലൂക്കോസ് യൂണിറ്റ് കൂടി ചേർന്ന് ആണ് മാൾട്ടോസ് ഉണ്ടായിരിക്കുന്നത്. മാൾട്ടോസ് ഗ്ലൂക്കോസും രണ്ട് ഗ്ലൂക്കോസ്. ഇനി മാൾട്ടോസിനകത്ത് ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ മാൾട്ടോസ് എന്ന് പറയുന്നത് റെഡ്യൂസിംഗ് ഷുഗർ ആണ്. റെഡ്യൂസിംഗ് ഷുഗർ, അതായത് ഇവിടുത്തെ ഫ്രീ ആയിട്ടുള്ള ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണത് റെഡ്യൂസിംഗ് ഷുഗർ. ഇവർ രണ്ട് കമ്പൈൻ ചെയ്താലും അതിന്റെ ആൽഡിഹൈഡ് ഗ്രൂപ്പിന് കുഴപ്പമില്ല, അതുകൊണ്ടാണത് അതിന് റെഡ്യൂസിംഗ് ഷുഗർ എന്ന് പറയുന്നത്. അടുത്താണ് ലാക്ടോസ്. ലാക്ടോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഗ്ലൂക്കോസും ഒരു ഗാലക്ടോസും കൂടെ കൂടി ചേർന്ന് നിൽക്കുന്നതാണ്. എന്താണ് ഗ്രൂക്കോസും ഗാലക്ടോസും തമ്മിലുള്ള വ്യത്യാസം? ഈ ഗ്ലൂക്കോസിനകത്ത് നാലാമത്തെ കാർബണിലെ OH ഗ്രൂപ്പും ഇവിടുത്തെ നാലാമത്തെ OH ഗ്രൂപ്പും തമ്മിലുള്ള വ്യത്യാസം ആണ്. അവിടെ കോൺഫിഗറേഷനിലെ വ്യത്യാസം കൊണ്ടാണ് അത് ഗ്ലൂക്കോസും ഗാലക്ടോസുമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഗാലക്ടോസും ഗ്ലൂക്കോസും ഇവിടെ കൂടി ചേർന്നാണ് ലാക്ടോസ് ഉണ്ടായിരിക്കുന്നത്. ഈ ലാക്ടോസ് എന്ന് പറയുന്നതും റെഡ്യൂസിംഗ് ഷുഗർ ആണ്. റെഡ്യൂസിംഗ് ഷുഗർ ഈ ലാക്ടോസിനകത്തെ ഫ്രീ ആയിട്ടുള്ള കാർബോണിയൽ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഫ്രീ ആയിട്ടുണ്ട്, അതുകൊണ്ട് അതിന് റെഡ്യൂസിംഗ് പ്രോപ്പർട്ടി കാണിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ലാക്ടോസ് റെഡ്യൂസിംഗ് ഷുഗർ എന്ന് പറയുന്നത്. അടുത്താണ് സുക്രോസ്. ഈ സുക്രോസ് എന്ന് പറഞ്ഞാൽ സുക്രോസ് കൂടി ചേർന്നിരിക്കുന്നത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ചേർന്നാണ്. ഇത് ഗ്ലൂക്കോസ്, ഇത് ഫ്രക്ടോസ്. ഇനി ഈ ഗ്ലൂക്കോസും ഫ്രക്ടോസും കൂടെ കൂടി ചേരുമ്പോൾ അവിടുത്തെ ആൽഡിഹൈഡ് ഗ്രൂപ്പും കീറ്റോണിക് ഗ്രൂപ്പും ഫ്രീ അല്ലാതാവുമ്പോൾ അവയ്ക്ക് റെഡ്യൂസിംഗ് പ്രോപ്പർട്ടി കാണിക്കാൻ സാധിക്കാതെ വരും. അതുകൊണ്ടാണ് ഈ സുക്രോസ് നോൺ റെഡ്യൂസിംഗ് ഷുഗർ എന്ന് പറയുന്നത്. സുക്രോസ് നോൺ റെഡ്യൂസിംഗ് ഷുഗർ. ഓക്കെ, നമ്മൾ പഠിക്കുകയാണ്. സുക്രോസ് നോൺ റെഡ്യൂസിംഗ് ഷുഗർ ആണ്, ലാക്ടോസ് റെഡ്യൂസിംഗ് ഷുഗർ ആണ്, മാൾട്ടോസ് റെഡ്യൂസിംഗ് ഷുഗർ ആണ്. കാരണം ലാക്ടോസിനകത്തും മാൾട്ടോസിനകത്തും റെഡ്യൂസിംഗ് ഷുഗർ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടുള്ള ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഫ്രീ ആണ്. എന്നാൽ സുക്രോസിനകത്ത് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ അതിന്റെ കീറ്റോണിക് ഗ്രൂപ്പ് ഫ്രക്ടോസും ഗ്ലൂക്കോസും കൂടെ കൂടി ചേർന്നാണ് അതിന്റെ കീറ്റോണിക് ഗ്രൂപ്പ് ആൽഡിഹൈഡ് ഗ്രൂപ്പും ഫ്രീ അല്ലാതായി മാറുന്നു. അതുകൊണ്ടാണ് അത് നോൺ റെഡ്യൂസിംഗ് ഷുഗറായി മാറുന്നത്. ഇപ്പം നമ്മള് പഠിച്ചു, ലാക്ടോസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസും ഗാലക്ടോസും കൂടെ കൂടി ചേരുന്നു. മാൾട്ടോസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്ലൂക്കോസ് മോണോസാക്രൈഡ് കൂടി ചേർന്നാണ് മാൾട്ടോസ് ഉണ്ടായിരിക്കുന്നത്. സുക്രോസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസും ഫ്രക്ടോസും കൂടെ കൂടി ചേർന്നതാണ്. സുക്രോസിന് ഹൈഡ്രോളിസിസ് നടത്തിയാൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഉണ്ടാകുന്നു. ലാക്ടോസിന് ഹൈഡ്രോളിസിസ് നടത്തിയാൽ ഗ്ലൂക്കോസും ഗാലക്ടോസും ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മാൾട്ടോസിനെ ഹൈഡ്രോളിസിസ് നടത്തിയാൽ രണ്ട് ഗ്ലൂക്കോസ് യൂണിറ്റ് ഉണ്ടാകുന്നു, രണ്ട് ഗ്ലൂക്കോസ് യൂണിറ്റ്. ഇതിൽ നിന്ന് നമുക്ക് ഇതിന്റെ മോണോമേഴ്സ് ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ലാക്ടോസിനകത്ത് ഗ്ലൂക്കോസും ഗാലക്ടോസും കൂടെ കൂടി ചേർന്നാണ്. എന്താണ് ഇതിന്റെ വ്യത്യാസം നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഗ്ലൂക്കോസിന്റെ ഫോർമുല C6H12O6, ഗാലക്ടോസും C6H12O6. എന്താണ് ഇവിടെ വ്യത്യാസം? ഇവിടെ ഇത് ആൾഡോ ഹെക്സോസ് ആണ്. ആൾഡോ ഹെക്സോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആൽഡിഹൈഡ് ഗ്രൂപ്പ് വരുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് രണ്ടും. ഇനി വ്യത്യാസം ഇത്രമേ ഉള്ളൂ. ഗ്ലൂക്കോസിനകത്ത് നാലാമത്തെ കാർബൺ 1, 2, 3, 4 നാലാമത്തെ കാർബൺ OH ഗ്രൂപ്പ് റൈറ്റ് സൈഡിലാണ്. എന്നാൽ ഗാലക്ടോസിനകത്ത് നാലാമത്തെ കാർബണിന്റെ OH ഗ്രൂപ്പ് ലെഫ്റ്റ് സൈഡിനകത്താണ്. അതുകൊണ്ടാണ് ഗ്ലൂക്കോസും ഗാലക്ടോസും തമ്മിലുള്ള വ്യത്യാസം. ഓർത്തിരിക്കാമല്ലോ. ഗ്ലൂക്കോസും ഗാലക്ടോസും കൂടി ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നത്? ലാക്ടോസ് ഉണ്ടായിരിക്കുന്നത്.
ഇത് റെഡ്യൂസിങ് ഷുഗർ ആണ്. ഓക്കെ, ഏതാണ് റെഡ്യൂസിങ് ഷുഗർ? ഗ്ലൂക്കോസും ഗാലക്ടോസും കൂടെ കൂടി ചേർന്നുണ്ടാകുന്ന ലാക്ടോസ് റെഡ്യൂസിങ് ഷുഗർ ആണ്. റെഡ്യൂസിങ് ഷുഗറിന്റെ കണ്ടീഷൻ എന്താന്ന് ചോദിച്ചാല് മോണോസാക്രൈഡ് ഹാവ് ഐദർ എ ഫ്രീ ആൽഡിഹൈഡ് ഓർ കാർബോണിൽ ഗ്രൂപ്പ് ഉള്ളവരാണ് റെഡ്യൂസിങ് ഷുഗർ. അതായത് ഫെല്ലിംഗ് സൊല്യൂഷനും അങ്ങനെയുള്ള ഫെല്ലിംഗ് സൊല്യൂഷനെയൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി ഈ CHO ഗ്രൂപ്പും CO ഗ്രൂപ്പും വേണം. ഈ CHO ഗ്രൂപ്പ് CO ഗ്രൂപ്പ് ഉള്ളതാണെങ്കിൽ അത് ഫെല്ലിംഗ് സൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യും. ആ ഫെല്ലിംഗ് സൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യുമ്പോൾ അത് റെഡ്യൂസ്ഡ് ഷുഗർ ആണെന്ന് പറയും. ഫെല്ലിംഗ് സൊല്യൂഷനെ അങ്ങനെയുള്ള പലതരം ടെസ്റ്റുകൾ നടത്താൻ വേണ്ടി നമുക്ക് ഈ ഫ്രീ ആയിട്ടുള്ള ആൽഡിഹൈഡ് ഗ്രൂപ്പും കാർബോണിക് ഗ്രൂപ്പുമാണ് അവിടെ റിയാക്ട് ചെയ്യുന്നത്. റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ റെഡ്യൂസിങ് ഷുഗർ എന്ന് പറയുന്നത്. ഡൈസാക്രൈഡ് സുക്രോസ് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഗ്ലൂക്കോസും ഫ്രക്ടോസും കൊണ്ടാണ്. ഈ ഗ്ലൂക്കോസും ഫ്രക്ടോസും കൂടെ കമ്പൈൻ ചെയ്യുന്നത് ഗ്ലൂക്കോസിനകത്ത് ഒന്നാമത്തെ കാർബണേൽ, അതാണ് ആനോമറിക് കാർബൺ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാർബണേലെ ഗ്ലൂക്കോസും OH ഗ്രൂപ്പും, ഇവിടുത്തെ ഫ്രക്ടോസിനകത്ത് രണ്ടാമത്തെ കാർബണാണ് അവിടുത്തെ കീറ്റോണിക് ഗ്രൂപ്പ്. ഈ ഒന്നാമത്തെ കാർബണയിലാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഇവിടെയുള്ളത്. ഫ്രക്ടോസിനകത്ത് രണ്ടാമത്തെ കാർബണയിലാണ് അതിന്റെ കാർബോണിൽ ഗ്രൂപ്പ് ഉള്ളത്. ആ രണ്ട് ഗ്രൂപ്പുകാരും കൂടെ തമ്മിൽ കൂടി ചേർന്ന് ഇവിടെ ലിങ്കേജ് ഉണ്ടായിരിക്കുന്നു. അന്നേരം ഫ്രീ അല്ല ആൽഡിഹൈഡ് ഗ്രൂപ്പും കാർബോണിൽ ഗ്രൂപ്പും. അതുകൊണ്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത്? അതിന് ഫില്ലിംഗ് സൊല്യൂഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇത് വരുമ്പോൾ അതുമായിട്ട് റിയാക്ട് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. അതുകൊണ്ടാണ് ഇതിനെ നോൺ റെഡ്യൂസിങ് ഷുഗർ എന്ന് പറയുന്നത്. ഓക്കെ, നോൺ റെഡ്യൂസിങ് ഷുഗർ. ഇത് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഉണ്ടായിരിക്കുന്നത് ഗ്ലൂക്കോസിന്റെ ഒന്നാമത്തെ കാർബണേന്നും ഇവിടുത്തെ ഫ്രക്ടോസിന്റെ രണ്ടാമത്തെ കാർബണേനാണ്. ഗ്ലൂക്കോസിന്റെ ഒന്നാമത്തേലാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉള്ളത്. അതുപോലെ ഫ്രക്ടോസിന്റെ രണ്ടാമത്തേലാണ് അതിന്റെ ഫംഗ്ഷൻ ഗ്രൂപ്പായ കീറ്റോണിക് ഗ്രൂപ്പ് ഉള്ളത്. അന്നേരം അത് രണ്ട് ഫ്രീ ആകാത്തത് കൊണ്ടാണ് ഇത് നോൺ റെഡ്യൂസിങ് ഷുഗർ എന്ന് പറയുന്നത്. ഇൻ disaccharide, if the reducing group of monosaccharide, that is aldehydic or ketonic groups are bonded, these are non-reducing sugars. Non-reducing, example sucrose. On the other hand, sugars in which these functional groups are free are called a reducing sugar. Example, maltose, lactose. Maltose എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്ലൂക്കോസ് യൂണിറ്റ് അവർ കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നില്ല, അവയുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പിന് ഫ്രീ ആയിട്ട് അവിടെ ഉണ്ട്. അതുപോലെ ലാക്ടോസ്, അതും കമ്പൈൻ ചെയ്യുമ്പോൾ അവയുടെ ഫംഗ്ഷണൽ ഗ്രൂപ്പിന് വ്യത്യാസം വരുന്നില്ല, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് അവിടെ കിട്ടുന്നു. അതുകൊണ്ടാണ് അവ രണ്ടും റെഡ്യൂസിങ് ഷുഗർ ആണ്. ഇത് നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ് സുക്രോസ്. The reducing groups of glucose and fructose are involved in glycosidic bond formation. Sucrose is a non-reducing sugar. Okay, sucrose എന്ന് പറയുന്നത് നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. അപ്പൊ നമുക്ക് റെഡ്യൂസിങ് ഷുഗറും നോൺ റെഡ്യൂസിങ് ഷുഗറിന്റെയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. റെഡ്യൂസിങ് ഷുഗർ ഏതാണ്? റെഡ്യൂസിങ് ഷുഗർ ലാക്ടോസ്, അതുപോലെ മാൾട്ടോസ് ഒക്കെ റെഡ്യൂസിങ് ഷുഗർ ആണ്. ഒളിഗോ അല്ലെങ്കിൽ ഡൈസാക്രൈഡിനകത്ത് reducing sugar reduces cupric ion of Fehling reagent and Benedict reagent to cuprous ion to produce brick red precipitate. ഈ ലാക്ടോസും മാൾട്ടോസും ഒക്കെ ഫെല്ലിംഗ് സൊല്യൂഷനകത്തോട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഒരു ഷുഗർ എടുക്കുകയാണ്. ആ ഷുഗർ ഏതാണെന്ന് അറിയത്തില്ല, റെഡ്യൂസിങ് ഷുഗർ ആണോ നോൺ റെഡ്യൂസിങ് ഷുഗർ ആണോ എന്ന് അറിയത്തില്ല. നമ്മൾ അതിനകത്തോട്ട് ഫെല്ലിംഗ് സൊല്യൂഷൻ ഒഴിക്കുകയാണെങ്കിൽ ആ ഫെല്ലിംഗ് സൊല്യൂഷൻ ബ്രിക്ക് റെഡ് പ്രസിപ്പിറ്റേറ്റ് തരുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് റെഡ്യൂസിങ് ഷുഗർ ആണ്. ഇനി നോൺ റെഡ്യൂസിങ് ഷുഗറിനകത്തോട്ടാണ് നമ്മുടെ ഫെല്ലിംഗ് സൊല്യൂഷൻ ഒഴിക്കുകയാണെങ്കിൽ ഫെല്ലിംഗ് സൊല്യൂഷൻ ഒരു കോപ്പറിന്റെ ഒരു പ്രസിപ്പിറ്റേറ്റ് ആണ്, കോപ്പറിന്റെ ഒരു കോമ്പൗണ്ട് ആണ്. അത് ഒഴിക്കുകയാണെങ്കിൽ നോൺ റെഡ്യൂസിങ് ഷുഗർ റെഡ് പ്രസിപ്പിറ്റേറ്റ് തരുന്നില്ല. ഡോണ്ട് ഫോം ബ്രിക്ക് റെഡ് പ്രസിപ്പിറ്റേറ്റ് വിത്ത് ഫെല്ലിംഗ് റിയേജന്റ് ആൻഡ് ബെനഡിക്ട് റിയേജന്റ്. ബെനഡിക്ട് റിയേജന്റ് വേറെ റിയേജന്റ് ആണ്. ഇനി റെഡ്യൂസിങ് ഷുഗറിനകത്ത് എന്തുകൊണ്ടാണ് റെഡ്യൂസിങ് ഷുഗർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്? ഹാവ് എ ഫ്രീ കാർബോണിൽ ഗ്രൂപ്പ്, ഐദർ ആൽഡിഹൈഡ് ഓർ കീറ്റോണിക് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ടാണ്. ആൽഡിഹൈഡും കീറ്റോണിക് ഗ്രൂപ്പും ആണ് ഫെല്ലിംഗ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് റെഡ്യൂസിങ് ഷുഗർ പ്രസിപ്പിറ്റേറ്റ് തരുന്നത്. എന്നാൽ നോൺ റെഡ്യൂസിങ് ഷുഗറിനകത്ത് ഡോണ്ട് ഹാവ് ഫ്രീ കാർബോണിൽ ഗ്രൂപ്പ്. ഓക്കെ, റെഡ്യൂസിങ് ഷുഗർ എന്ന് പറയുന്ന എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓൾ മോണോസാക്രൈഡ്സ്. ഏതാണ് മോണോസാക്രൈഡ്സ്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ഒക്കെ മോണോസാക്രൈഡ്സ് ആണ്. ഓൾ മോണോസാക്രൈഡ്സ്. അതുപോലെ മാൾട്ടോസ്, ലാക്ടോസ്, ഡൈസാക്രൈഡ് ആണ് മാൾട്ടോസ്, ലാക്ടോസ്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ലാക്ടോസ്, മാൾട്ടോസ്, സെലോബിയോസ്, ഇതൊക്കെ റെഡ്യൂസിങ് ഷുഗർ ആണ്. ഇനി നോൺ റെഡ്യൂസിങ് ഷുഗറിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സുക്രോസ് ആൻഡ് ഓൾ പോളിസാക്രൈഡ്സ്. ഡൈസാക്രൈഡിനകത്ത് സുക്രോസ് നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. അതുപോലെ അതിനകത്തുള്ളതാണ് പോളിസാക്രൈഡ്. ബാക്കിയുള്ള ഓൾ പോളിസാക്രൈഡ്സ് ആർ നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. എക്സാമ്പിൾ സുക്രോസ്, ഗ്ലൈക്കോജൻ, ഇനുലിൻ, ഇതൊക്കെ എന്താണ്? അതെല്ലാം നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. ഇപ്പൊ നമുക്ക് ഒരു അവയർനെസ് ഉണ്ടായി എന്താണ് കാർബോഹൈഡ്രേറ്റിനകത്ത് റെഡ്യൂസിങ് ഷുഗറും നോൺ റെഡ്യൂസിങ് ഷുഗറും എന്നുള്ളത്. ഓക്കെ,
Reducing sugars are carbohydrates that can act as reducing agent due to the presence of free aldehyde group or free ketonic group. Non-reducing sugars are carbohydrates that cannot act as reducing agents due to the absence of free aldehyde group or free ketonic group. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻ്റ് ആണ്. അതുപോലെ റെഡ്യൂസിങ് ഷുഗേഴ്സ് ഗുഡ് റെഡ്യൂസിങ് ഏജൻസ് ആണ്. നോൺ റെഡ്യൂസിങ് ഷുഗർ നോട്ട് റെഡ്യൂസിങ് ഏജന്റ്. Reducing sugars have free aldehyde or ketonic group. Non-reducing sugars do not have free aldehyde or ketonic group. Reducing sugar give a positive reaction towards a Fehling test. Non-reducing give a negative reaction towards the Fehling test. Includes all monosaccharides and some disaccharides. Reducing sugars എല്ലാ monosaccharidesഉം ചില disaccharidesഉം reducing sugars ആണ്. എന്നാൽ പോളിസാക്കറൈഡ്സും അതുപോലെ തന്നെ നമ്മുടെ സുക്രോസും എന്താണ് ഇവിടെ നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ് ആണ്. ഓക്കെ, നമ്മൾ ഇവിടെ കാണാൻ സാധിക്കും റെഡ്യൂസിങ് ഷുഗർ ഇവിടെ ബെനഡിക്ട് റിയേജന്റ് ആണ്. ആ റിയേജന്റിനകത്തോട് ഒഴിക്കുകയാണെങ്കിൽ ഇപ്പൊ ഗ്ലൂക്കോസ് ആണ് ഒഴിക്കുന്നതെങ്കിൽ അതിന് ഗ്ലൂക്കോസിന്റെ കളറ് ഗ്ലൂക്കോസ് ഒഴിക്കുകയാണ്. ഗ്ലൂക്കോസിന് ഉടനെ തന്നെ ഒഴിക്കുമ്പോൾ അത് റെഡ് ഓറഞ്ച് ആയി മാറുന്നു. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് ടെസ്റ്റ് റിയേജന്റും തമ്മിൽ കൂടി ചേർന്ന് അവിടെ അതായത് ഫ്രീ ആയിട്ടുള്ള കാർബോണിൽ അല്ലെങ്കിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഗ്ലൂക്കോസിനകത്തുണ്ട്. ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു, അത് സൊല്യൂഷൻ ടേൺ റെഡ് ഓറഞ്ച്. ഇത് നമുക്ക് ബെനഡിക്ട് റിയേജന്റ് ടെസ്റ്റ് ഇസ് യൂസ്ഡ് ഫോർ ഡിറ്റക്ടിങ് റെഡ്യൂസിങ് ഷുഗേഴ്സ്. ഓക്കെ, ബെനഡിക്ട് റിയേജന്റ്. അതുപോലെ തന്നെ ഫെല്ലിംഗ് സൊല്യൂഷനകത്തോട്ടാണ് ഗ്ലൂക്കോസ് ഒഴിക്കുന്നതെങ്കിൽ അതൊരു ബ്രിക്ക് റെഡ് പ്രസിപ്പിറ്റേറ്റ് ആയി മാറുന്നു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സുക്രോസ് എന്താണ്? സുക്രോസ് കെയിൻ ഷുഗർ അല്ലേ? ആരൊക്കെ കൂടി ചേർന്നാണ് സുക്രോസ് ഉണ്ടായിരിക്കുന്നത്? സുക്രോസ് ഗ്ലൂക്കോസും ഒരു ഫ്രക്ടോസും കൂടെ കൂടി ചേർന്നാണ്. ഗ്ലൂക്കോസും ഫ്രക്ടോസും കൂടി ചേർന്ന് ഇതാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഗ്ലൂക്കോസിനകത്തെ ഒന്നാമത്തെ കാർബണും നമ്മുടെ ഫ്രക്ടോസിനകത്തെ രണ്ടാമത്തെ കാർബണിലാണ് CO ഗ്രൂപ്പ് കീറ്റോണിക് ഗ്രൂപ്പ് കൂടി ചേർന്ന് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഉണ്ടായിരിക്കുന്നു. ഇറ്റ് ഈസ് എ കോമൺലി യൂസ്ഡ് ടേബിൾ ഷുഗർ സുക്രോസ് ആൻഡ് കോൺട്രിബ്യൂട്ട് സം കലോറീസ് ഇൻ ദി ഡയറ്റ്. സുക്രോസ് കണ്ടെയ്ൻ 1 mole of glucose and 1 mole of fructose that are linked by 1,2 glycosidic linkage. നമുക്കറിയാം ഇത് ഗ്ലൂക്കോസിന്റെ സൈക്ലിക് സ്ട്രക്ചർ ആണ് അല്ലെ, ഹവർ സ്ട്രക്ചർ ആണ്. അതുപോലെ ഫ്രക്ടോസിന്റെ സ്ട്രക്ചർ ആണിത്. ഇവിടുത്തെ ഒന്നാമത്തെ കാർബണിലെ ആൽഡിഹൈഡ് ഗ്രൂപ്പും ഫ്രക്ടോസിന്റെ രണ്ടാമത്തെ കാർബണിലെ കീറ്റോണിക് ഗ്രൂപ്പും കൂടെ കൂടി ചേർന്നാണ് ഇവിടെ ഈ ലിങ്കേജ് ഉണ്ടായിരിക്കുന്നത്. 1,2 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഇറ്റ് ഈസ് എ നോൺ റെഡ്യൂസിംഗ് ഡൈസാക്രൈഡ്. നോൺ റെഡ്യൂസിംഗ് ആകാൻ കാരണം ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഗ്ലൂക്കോസിന്റെയും കീറ്റോണിക് ഗ്രൂപ്പ് ഫ്രക്ടോസിന്റെയും ഫ്രീ അല്ല. അതുകൊണ്ടാണ് നോൺ റെഡ്യൂസിംഗ് ആയത്. ഇറ്റ് ഹൈഡ്രോളൈസ്ഡ് ഇൻടു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ബൈ ദ എൻസൈം സുക്രോസ് is also called invertase. ഓക്കെ, ഇത് ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടും. നമുക്ക് കെയിൻ ഷുഗറിന് നമ്മള് സുക്രോസിന് നമ്മള് ഹൈഡ്രോളിസിസ് നടത്തുവാണ്. അതായത് നമുക്ക് ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടുന്നു. ഇനി ഇവിടെ ഒരു 66.4 ഡിഗ്രി കാണുന്നു. കെയിൻ ഷുഗറിന്റെ റൊട്ടേഷൻ ആണ്. സുക്രോസ് ഇസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി. എന്താ ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്ന് പറഞ്ഞാൽ പ്ലെയിൻ പോളറൈസ് ലൈറ്റ് വരുമ്പോൾ സുക്രോസ് പ്ലെയിൻ പോളറൈസ് ലൈറ്റിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറക്കുന്നതുകൊണ്ടാണ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി 66.4 ഡിഗ്രിയാണ്. ബട്ട് ആഫ്റ്റർ ഹൈഡ്രോളിസിസ് ഗീവ്സ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ഗ്ലൂക്കോസ് ആൻഡ് ലീവോ റൊട്ടേറ്ററി ഫ്രക്ടോസ്. ഹൈഡ്രോളിസിസ് സുക്രോസിനെ അല്ലെങ്കിൽ കെയിൻ ഷുഗർ, സുക്രോസ് പറയുന്ന വേറെ പേരാണ് കെയിൻ ഷുഗർ. ഇതിനെ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ അത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആയി മാറുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഈ ഗ്ലൂക്കോസും ഫ്രക്ടോസും കൂടെ കൂടി ചേർന്നാണ് കെയിൻ ഷുഗർ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ ഇത് രണ്ടും ഉണ്ടാകുന്നത്. ഇവിടെ ഗ്ലൂക്കോസും ഫ്രക്ടോസും കൂടെ കൂടി ചേർന്ന് -H2O ആയതുകൊണ്ടാണ് ഇവിടെ കെയിൻ ഷുഗർ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിനകത്തോട്ട് H2O കൊടുക്കുമ്പോൾ അത് എന്തായി മാറുന്നു? ഗ്ലൂക്കോസും ഫ്രക്ടോസുമായിട്ട് മാറുന്നു. ഈ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗ്ലൂക്കോസിന്റെ ഗ്ലൂക്കോസിന്റെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ 52.5 ആണ്. എന്ന് പറഞ്ഞാൽ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് പ്ലെയിൻ പോളറൈസ് ലൈറ്റിനെ കറക്കുന്നത്. എന്നാൽ ഫ്രക്ടോസ് എന്ന് പറഞ്ഞാൽ -92.4 ആണ്. മൈനസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അത് ആന്റി ക്ലോക്ക് വൈസ് ആണ് പ്ലെയിൻ പോളറൈസ് ലൈറ്റിനെ കറക്കുന്നത്. അതാണ് ലീവോ റൊട്ടേറ്ററി എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. ഫ്രക്ടോസിന്റെ റൊട്ടേഷൻ -92.4ഉം ഗ്ലൂക്കോസിന്റെ +52.5 ആണ്. ഇവിടെ നമുക്ക് അതിന്റെ ആകെ തുക എടുക്കുകയാണെങ്കിൽ മൈനസ് ചാർജാണ് ഇവിടെ കൂടി നിൽക്കുന്നത്. കാരണം ഫ്രക്ടോസ് -92.4 ഉണ്ട്.
നമുക്ക് അന്നേരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന്റെ ടോട്ടൽ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എന്ന് പറയുന്നത് ലീവോ റൊട്ടേറ്ററി ആയി മാറുന്നു. കെയിൻ ഷുഗർ ആദ്യം ഫ്രീ ആയിട്ട് നിന്നപ്പോൾ കെയിൻ ഷുഗറിന്റെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ഡെക്സ്ട്രോ ആയിരുന്നു. അത് സൊല്യൂഷൻ ആയി കഴിയുമ്പോൾ അതെന്തായി മാറുന്നു? അതിന്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് ലീവോ റൊട്ടേഷൻ ആയി മാറുന്നു. Sucrose is dextrorotatory, but after hydrolysis gives dextrorotatory glucose and levorotatory fructose. Since the levorotatory of fructose minus 92.4 degrees more than dextrorotatory of glucose. ഗ്ലൂക്കോസിന് 52.5 ആണ്, അത് മൈനസ് 92.4 ആണ് കൂടുതലായിട്ടുള്ള ഫ്രക്ടോസിന്റെ. ദ മിക്സർ ഈസ് അതുകൊണ്ട് ലീവോ റൊട്ടേറ്ററി ആയി മാറുന്നു. Thus, hydrolysis of sucrose bring about a change in the sign of rotation from dextro to levo and the product is named as invert sugar. ഇൻവേർട്ട് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആകുന്നു. ഇൻവേർട്ട് കെയിൻ ഷുഗർ വെള്ളത്തിലാക്കുമ്പോൾ അതിന്റെ ഓപ്റ്റിക്കൽ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഡെക്സോ റൊട്ടേറ്ററി ആയിരുന്നുള്ള കെയിൻ ഷുഗർ എന്തായി മാറുന്നു? ലീവോ റൊട്ടേറ്ററി ആയി മാറുന്നു. കാരണം ഫ്രക്ടോസ് ഒരു പ്രൊഡക്റ്റ് ആയ ഫ്രക്ടോസിന്റെ റൊട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്ത ഡൈസാക്രൈഡ് ആണ് മാൾട്ടോസ്. മാൾട്ടോസ് എന്ന് പറഞ്ഞാല് 2 ഗ്ലൂക്കോസ് യൂണിറ്റ് കൂടി ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നത്? മാൾട്ടോസ് ഉണ്ടായിരിക്കുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് 2 moles ഓഫ് ഗ്ലൂക്കോസ് യൂണിറ്റ്. They linked by 1,4 glycosidic linkage ആണ്. ഇവിടെ ഒരു ഗ്ലൂക്കോസിന്റെ ഒന്നാമത്തെ കാർബണയിലെ OHും അടുത്ത ഗ്ലൂക്കോസിന്റെ 4ാമത്തെ OH ഇതുമാണ് തമ്മിലാണ് കൂടിച്ചേരുന്നത്. 4ാമത്തെ കാർബണുമായിട്ടാണ് കൂടിച്ചേരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ ആൽഡിഹൈഡ് ഗ്രൂപ്പിന് ഇവിടെ വ്യത്യാസം വരുന്നില്ല. ആൽഡിഹൈഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ആൽഡിഹൈഡ് ഗ്രൂപ്പ് അവിടെ ഉണ്ട്. They linked by 1,4 glycosidic linkage. It is one of the reducing disaccharide which has free functional group. Free functional group ഉള്ളതുകൊണ്ട് ഇതെന്താവുന്നു? റെഡ്യൂസിങ് ഡൈസാക്രൈഡ് ആണ്. നമുക്കറിയാം ഒന്നാമത്തെ കാർബണയിലാണ് ഇവിടെ എന്ത് വരുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത്. 2 ഗ്ലൂക്കോസ് ആണ്. അന്നേരം ഒരു ഗ്ലൂക്കോസിന്റെ ഒന്നാമത്തെ മറ്റേ ഗ്ലൂക്കോസിന്റെ 4ാമത്തെ ആയതുകൊണ്ട് മറ്റേ ഗ്ലൂക്കോസിന് എന്തുണ്ട്? ഇവിടെ ഒന്നാമത്തെ ഗ്രൂപ്പ് ഇതിൽ കാർബണയില് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിടക്കുന്നു. അതുകൊണ്ടാണ് അത് റെഡ്യൂസിങ് ഷുഗർ ആയിട്ട് നിൽക്കുന്നത്. ലാക്ടോസ്. ലാക്ടോസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ലാക്ടോസ് നിർമ്മിച്ചിരിക്കുന്ന ഗ്ലൂക്കോസും ഗാലക്ടോസും കൊണ്ടാണ്. നമ്മൾ ഗ്ലൂക്കോസിന്റെയും ഗാലക്ടോസിന്റെയും വ്യത്യാസം പഠിച്ചായിരുന്നു. എന്താണ് ഗ്ലൂക്കോസും ഗാലക്ടോസും തമ്മിലുള്ള വ്യത്യാസം? 4ാമത്തെ കാർബണയിലുള്ള OH ഗ്രൂപ്പിന്റെ കോൺഫിഗറേഷനുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ലാക്ടോസ് ഈസ് പ്രസന്റ് ഇൻ ദ മിൽക്ക് ഷുഗർ. ഇറ്റ് കണ്ടെയ്ൻസ് 1 mole ഓഫ് ഗാലക്ടോസ് ആൻഡ് 1 mole ഓഫ് ഗ്ലൂക്കോസ് ദാറ്റ് ആർ ലിങ്ക്ഡ് ബൈ 1,4 glycosidic linkage. 1,4 ആണ് അവിടെ വരുന്നത്. അതുകൊണ്ടും അവിടെ ഫ്രീ ആയിട്ടുള്ള എന്തുണ്ട്? ഫ്രീ ആയിട്ടുള്ള ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പ് അവിടെ ഉണ്ട്. ഇറ്റ് ഈസ് ഓൾസോ റെഡ്യൂസിംഗ് ഡൈസാക്രൈഡ്. ഇറ്റ് ഹൈഡ്രോളിസിസ് ഇൻടു ഗാലക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ് ബൈ ദ എൻസൈം ലാക്ടേസ് ഇൻ ഹ്യൂമൻ ആൻഡ് ബീറ്റാ-ഡി ഗാലക്ടോഡൈസ് ഇൻ ബാക്ടീരിയ. ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഇൻ ബ്രസ്റ്റ് ഫീഡ് ഇൻഫാൻസ്. ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഇൻ ബ്രസ്റ്റ് ഫീഡ് ഇൻഫാൻസ്. കുഞ്ഞുകുട്ടികൾക്കുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് കേട്ടോ ലാക്ടോസ് എന്ന് പറയുന്നത്. ഇവിടെ 1,4 ഗ്ലൈക്കോസിഡിക്ക് ബോണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഫ്രീ ആയിട്ടുള്ള ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട്. ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് അത് എന്തായിട്ട് പറയാം? അവിടെ ഇത് റെഡ്യൂസിങ് ഷുഗർ ആണ് ലാക്ടോസ്. നമ്മള് ഒളിഗോസാക്രൈഡ്സ് ഡൈസാക്രൈഡിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. 3 ഡൈസാക്രൈഡ് ആണ് നമ്മൾ മനസ്സിലാക്കിയത്. മാൾട്ടോസ്, ലാക്ടോസ്, സുക്രോസ്. അതിന്റെ മോണോസാക്രൈഡ്സ് ഏതാണെന്ന് പഠിക്കുക, ഏതാണ് റെഡ്യൂസിങ് ഷുഗർ എന്ന് പഠിക്കുക. ഇനി ഒളിഗോസാക്രൈഡും പോളിസാക്രൈഡും തമ്മിൽ എന്താ ഒന്ന് കമ്പയർ ചെയ്താൽ, ഒളിഗോസാക്രൈഡ് ദ കാർബോഹൈഡ്രേറ്റ് വിച്ച് ക്യാൻ ഗിവ് 2 to 10 monosaccharide on hydrolysis. So they can be disaccharide like sucrose, maltose, lactose, etc. എന്നാൽ പോളിസാക്രൈഡ് എന്ന് പറഞ്ഞാൽ ദ കാർബോഹൈഡ്രേറ്റ് വിച്ച് ക്യാൻ ഗിവ് more than 10 monosaccharide units on hydrolysis. എക്സാമ്പിൾ സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ ഒക്കെ പോളിസാക്രൈഡ് എക്സാമ്പിളാണ്. ഒളിഗോസാക്രൈഡ് എക്സാമ്പിൾ നമുക്ക് സുക്രോസ, മാൾട്ടോസ, ലാക്ടോസ, അത് ഡൈസാക്രൈഡിൽ പെടുന്നു. പോളിസാക്രൈഡിന് എക്സാമ്പിൾ നമുക്ക് പറയാം സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒളിഗോസാക്രൈഡ് നമ്മൾ ഹൈഡ്രോളിസിസ് അല്ലെങ്കിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് 10 വരെ ഉള്ളത് കിട്ടുന്നു, 2 to 10. എന്നാൽ പോളിസാക്രൈഡ്സ് നമുക്ക് 10 കൂടുതൽ മോണോസാക്രൈഡ്സിനെയാണ് ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വെച്ച് കാർബോഹൈഡ്രേറ്റിനെ ഒളിഗോസാക്രൈഡ്സും പോളിസാക്രൈഡ്സും തിരിച്ചിരിക്കുന്നു. നമുക്ക് പോളിസാക്രൈഡ് എന്താണെന്ന് നോക്കാം. പോളി നമുക്ക് ഫിഗറിനകത്ത് കാണാം, അനേകം ആളുകൾ ഒരുമിച്ച് കൂടി ചേർന്ന് മനുഷ്യച്ചങ്ങല പോലെ നിൽക്കും അല്ലെ. അതുപോലെ തന്നെയാണ് പോളിസാക്രൈഡ്സ്. അനേകം മോണോസാക്രൈഡ്സ് കൂടി ചേർന്നാണ് പോളിസാക്രൈഡ്സ് ഉണ്ടായിരിക്കുന്നത്. പോളിസാക്രൈഡ്സ് മെനി, പോളിന്റെ അർത്ഥം മെനി, സാക്രൈഡിന്റെ അർത്ഥം ഷുഗർ. ഓക്കെ, നമ്മള് സാക്രൈഡ്സിന്റെ അർത്ഥം ഷുഗർ എന്നും പോളിയുടെ അർത്ഥം മെനി, മെനി ഷുഗർ. എക്സാമ്പിൾ സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ ഒക്കെ പോളിസാക്രൈഡിന് എക്സാമ്പിൾ ആണ്. സ്റ്റാർച്ച് അത് നമ്മൾ കഞ്ഞിവെള്ളം എന്നൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ, അത് സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ ഒക്കെ പോളിസാക്രൈഡ്സിന് എക്സാമ്പിൾ ആണ്.
പോളിസാക്കറൈഡ്സ് സ്റ്റാർച്ച് അനേകം മോണോമർ കൂടിച്ചേരുന്നു അല്ലെങ്കിൽ മോണോസാക്കറൈഡ് കൂടിച്ചേരുന്നു ചങ്ങല പോലെ ഒരു കൂടിച്ചേരുന്ന ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് ഈ കാണുന്ന ഇടയ്ക്ക് കാണുന്നത്. സെല്ലുലോസ് അടുത്ത പോളിസാക്കറൈഡ് ആണ്. സെല്ലുലോസിനകത്തും ഇങ്ങനെ അനേകം മോണോസാക്കറൈഡ്സ് കൂടിച്ചേരുന്നു. അതുപോലെ തന്നെ ഗ്ലൈക്കോജനകത്തും അനേകം മോണോസാക്കറൈഡ്സ് കൂടിച്ചേർന്ന് ഉണ്ടായിരിക്കുന്നതാണ് പോളിസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. പോളിസാക്കറൈഡ്സ് എക്സാമ്പിൾ നമ്മൾ പഠിക്കുകയാണ്. സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ. Polysaccharides contain many, more than 10 sugar units. They have high molecular weight and are spherically soluble in cold water. They are also called as glycans. They may be either linear or branched in structure. Polysaccharides linear or branched ആകാം. Polysaccharides are not sweetish and do not exhibit any of the properties of aldehydes or ketone group. Not sweetish. അതുപോലെ സ്റ്റാർച്ച്, പോളിസാക്കറൈഡ് എക്സാമ്പിൾ ആണ് സ്റ്റാർച്ച്. എന്താണ് സ്റ്റാർച്ച് എന്ന് നോക്കാം. സ്റ്റാർച്ച് ഈസ് റിസർവ് കാർബോഹൈഡ്രേറ്റ് ഫോം ഇൻ പ്ലാന്റ്സ്. സ്റ്റാർച്ച്, പൊട്ടറ്റോ ഇഷ്ടംപോലെ സ്റ്റാർച്ച് ഉണ്ട്. എ ഹോമോപോളിമർ കമ്പോസ്റ്റ് ഓഫ് ഡി ഗ്ലൂക്കോസ് യൂണിറ്റ് ഹെൽഡ് ബൈ എ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഡി ഗ്ലൂക്കോസ് ആണ് അവിടുത്തെ മോണോസാക്കറൈഡ്. ഇതിന്റെ സ്റ്റാർച്ച് ഈസ് കമ്പോസ്റ്റ് ഓഫ് 2 കോൺസ്റ്റുവന്റ് വാട്ടർ സോലുബിൾ അമിലോസ് ആണ്. അതുപോലെ അമിലോസ് അടങ്ങിയിരിക്കുന്ന 15 to 20% വരെ അമിലോസ് ഉള്ളൂ. അതുപോലെ വാട്ടർ ഇൻസോലുബിൾ അമിലോപെക്റ്റിനും ഉണ്ട്. വാട്ടർ ഇൻസോലുബിൾ അമിലോപെക്റ്റിൻ. സ്റ്റാർച്ചിനകത്ത് 2 കോൺസ്റ്റുവൻസ് ആണുള്ളത്. മെയിൻ ആയിട്ടുള്ള 2 കോൺസ്റ്റുവൻസ് ആണ് അമിലോസും അമിലോപെക്റ്റിനും. അമിലോസിന്റെ അർത്ഥം, അമിലോസ് എന്ന് പറയുന്നത് വെള്ളത്തിൽ സോലുബിൾ ആണ് അമിലോസ്. അമിലോപെക്റ്റിൻ എന്ന് പറയുന്നത് വാട്ടർ ഇൻസോലുബിൾ ആണ്. അമിലോപെക്റ്റിൻ ആണ് ധാരാളമായിട്ടുള്ളത് 80 to 85%. അമിലോസ് എന്ന് പറയുന്നത് 15 to 20% ഉള്ള വാട്ടർ സോലുബിൾ ആണ്. അതായത് നമ്മളിവിടെ 2 കമ്പോണന്റ് പഠിക്കുകയാണ് സ്റ്റാർച്ചിന്റെ, അമിലോസും അമിലോപെക്റ്റിനും. അമിലോസ് എന്ന് പറയുന്നത് വാട്ടർ സോലുബിള്, അമിലോപെക്റ്റിൻ എന്ന് പറയുന്നത് വാട്ടർ ഇൻസോലുബിൾ. അമിലോപെക്റ്റിൻ ആണ് കൂടുതലായിട്ടുള്ളത്. സ്റ്റാർച്ച് ഈസ് എ ഹോമോപോളിമർ കമ്പോസ്റ്റ് ഓഫ് ഡി ഗ്ലൂക്കോസ് യൂണിറ്റ് ഹെൽഡ് ബൈ ആൽഫ ഗ്ലൈക്കോസിഡിക് ലിങ്ക് ബോണ്ട് എന്ന് ഓർത്തിരിക്കുക. നമുക്ക് നോക്കാം. അമിലോസും അമിലോപെക്റ്റിനും വാട്ടർ സോലുബിളും വാട്ടർ ഇൻസോലുബിളും അല്ലെ. അമിലോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആൽഫ ലിങ്ക് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഗ്ലൂക്കോസ് കൂടി ചേർന്നിരിക്കുന്നു. ഗ്ലൂക്കോസിനകത്ത് ഒന്നാമത്തെ കാർബണേറ്റ്, അടുത്ത ഗ്ലൂക്കോസ് നാലാമത്തെ, 1ഉം 4ഉം ആണ് ഇവിടെ കമ്പൈൻ ചെയ്തിരിക്കുന്നത്. അടുത്താണ് അമിലോപെക്റ്റിൻ. അമിലോപെക്റ്റിനകത്ത് 1ഉം 4ഉം തന്നെയാണ്. പിന്നെ അവിടെ ആൽഫ ലിങ്ക് ബ്രാഞ്ചിങ് നടക്കുന്നുണ്ട് അവിടെ. അതുകൊണ്ടാണ് അത് നമുക്ക് അമിലോപെക്റ്റിൻ ഇവിടെ കാണുന്ന. അമിലോസും അമിലോപെക്റ്റിനും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ഒരാൾ വാട്ടർ സോലുബിൾ, ഒരാൾ വാട്ടർ ഇൻസോലുബിൾ ആണ്. അമിലോസും അമിലോപെക്റ്റിനും എല്ലായിടത്തും ഗ്ലൂക്കോസ് ആണുള്ളത്. ഗ്ലൂക്കോസ് ആണ് മോണോസാക്കറൈഡ്സ്. ഓക്കെ. പോളിസാക്കറൈഡ് സ്റ്റാർച്ച്, carbohydrate reserve of plants and the most important dietary source for animals. Starch, high content of starch in cereals, roots, tubers, vegetables, etc. നല്ല ഇതാണ് സ്റ്റാർച്ച്. അതുപോലെ ഹോമോപോളിമർ മെയ്ഡ് ഓഫ് ഗ്ലൂക്കോസ് യൂണിറ്റ്, ഗ്ലൂക്കോസ് വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റാർച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു അമിലോസ് പ്ലസ് അമിലോപെക്റ്റിൻ. പോളിസാക്കറൈഡ് കമ്പോണൻസ് ആണ് സ്റ്റാർച്ച്. മോണോസാക്കറൈഡ്സ് സ്റ്റാർച്ച് ഉണ്ടായിരിക്കുന്ന മോണോസാക്കറൈഡ് ഗ്ലൂക്കോസ് ആണ്. സ്റ്റാർച്ചിന് 2 കോൺസ്റ്റുവൻസ് ഉണ്ട്, അമിലോസും അമിലോപെക്റ്റിനും. 2 വ്യത്യാസം. ഒരാൾ വാട്ടർ സോലുബിളും മറ്റേയാൾ വാട്ടർ ഇൻസോലുബിളുമാണ്. സ്റ്റാർച്ച് ഇസ് ദ മെയിൻ സ്റ്റോറേജ് പോളിസാക്കറൈഡ് ഓഫ് പ്ലാന്റ്സ്. It is the most important dietary source for human beings. High content of starch is found in cereals, roots, tubers and some vegetable. It is a polymer of alpha glucose and consists of 2 components, amylose and amylopectin. Amylose is water soluble component which is constitute about 50 to 20% of starch. Chemically, amylose is a long unbranched chain ആണ് amylose with 200 to 1000 alpha D glucose units held together by C1 to C4 glycosidic linkage. പോളിസാക്കറൈഡ്സ് എക്സാമ്പിൾ ആണ് സെല്ലുലോസ്. അടുത്ത എക്സാമ്പിൾ ആണ് സെല്ലുലോസ്. സ്റ്റാർച്ച് അതുപോലെ തന്നെ സെല്ലുലോസ് ആണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത്. സെല്ലുലോസ് occurs in plants and is the most abundant organic substance in plant kingdom. സെല്ലുലോസ് അതിന്റെ പ്രത്യേകത. Predominant constituent of plant cell wall. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് സെല്ലുലോസ്. ഇറ്റ് ഈസ് ടോട്ടലി ആബ്സെന്റ് ഇൻ ആനിമൽസ്. ആനിമൽസ് ഇത് കാണുന്നില്ല സെല്ലുലോസ്, അന്നേരം പ്ലാന്റ്സിലാണ് ഇത് കാണുന്നത്. സെല്ലുലോസ് ചീഫ് കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് പ്ലാന്റ് സെൽ വാൾ
an unbranched polymer of glucose linked by beta 1 to 4 glycosidic linkage. Glucose 1 to 4 glycosidic linkage കൂടിച്ചേർന്നിരിക്കുന്നത്. Human lack an enzyme cellulose that can hydrolysis beta 1,4 glycosidic linkage. മനുഷ്യർക്ക് അതില്ല. അതുകൊണ്ടാണ് നമുക്കിവിടെ കാണാത്തത്. സെല്ലുലോസ് cannot be digested and absorbed. ഡൈജസ്റ്റ് ചെയ്യത്തില്ല നമ്മുടെ മനുഷ്യ ശരീരം. Has no food value unlike a starch. സെല്ലുലോസ് നമ്മളുടെ 1,4 glycosidic linkage ആണ് ഗ്ലൂക്കോസ് യൂണിറ്റിന്റെ. പോളിസാക്കറൈഡ് കമ്പോസ്റ്റ് ഓഫ് ബീറ്റ ഡി ഗ്ലൂക്കോസ് യൂണിറ്റ്. ഇവിടെ ഓർത്തിരിക്കുക, ബീറ്റ ഡി ഗ്ലൂക്കോസ് ആണ്. ഇതാണ് ബീറ്റ ലിങ്ക് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. Which are joined by glycosidic linkage between C1 of one glucose unit and C4 of next glucose unit. 1 ഉം 4 ഉം 2 ഗ്ലൂക്കോസ് യൂണിറ്റ് കൂടി ചേരുന്നത് ഒന്നാമത്തെ ഗ്ലൂക്കോസിന്റെ കാർബണും രണ്ടാമത്തെ ഗ്ലൂക്കോസിന്റെ നാലാമത്തെ കാർബണും തമ്മിൽ ബീറ്റ ലിങ്കേജ് വരുന്നു. ഓക്കെ, ബീറ്റ ഡി ഗ്ലൂക്കോസ് ആണ് അവിടെ നടക്കുന്നത്. സെല്ലുലോസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കിയാൽ, സെല്ലുലോസ് not digest has great importance in human nutrition. It is a major constituent of fiber, the non-digestible carbohydrate. അതുപോലെ the functions of dietary fiber include decreasing the absorption of glucose and cholesterol from the intestine. വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് സെല്ലുലോസിന്. Increasing the bulk of stool, aids intestinal mobility, act as stool softener, prevent constipation. അതായത് നല്ല ഫൈബറുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഫങ്ഷൻസ് ഓഫ് ഡയറ്ററി ഫൈബർ ഇൻക്ലൂഡ്. അടുത്ത പോളിസാക്കറൈഡ് ആണ് ഗ്ലൈക്കോജൻ. ഇറ്റ് ഈസ് എ മേജർ സ്റ്റോറേജ് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് ഇൻ ആനിമൽസ്. ആനിമൽസിൽ കാണപ്പെടുന്ന മേജർ സ്റ്റോറേജ് ഫോമാണ് കാർബോഹൈഡ്രേറ്റിന്റെ ഗ്ലൈക്കോജൻ. അതുകൊണ്ട് ഈ ഗ്ലൈക്കോജനെ പറയുന്ന പേരാണ് ആനിമൽ സ്റ്റാർച്ച്. എന്താണ് ആനിമൽ സ്റ്റാർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഗ്ലൈക്കോജനെയാണ് ആനിമൽ സ്റ്റാർച്ച് എന്ന് പറയുന്നത്. ഗ്ലൈക്കോജൻ ഈസ് പ്രസന്റ് ഇൻ ഹൈ കോൺസെൻട്രേഷൻ ഇൻ ലിവർ, ഫോളോഡ് ബൈ മസിൽ, ബ്രെയിൻ എക്സെട്ര. അതുപോലെ ഗ്ലൈക്കോജൻ, ദി സ്ട്രക്ചർ ഓഫ് ഗ്ലൈക്കോജൻ ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് അമിലോപെക്റ്റിൻ വിത്ത് മോർ നമ്പർ ഓഫ് ബ്രാഞ്ചസ്. അമിലോപെക്റ്റിൻ നമ്മൾ എവിടെയാണ് പഠിച്ചത്? സ്റ്റാർച്ചിൽ അല്ലേ? ആ അമിലോപെക്റ്റിനകത്തുള്ള പോലെ വിത്ത് മോർ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഉള്ളതാണ് ഗ്ലൈക്കോജൻ. അമിലോപെക്റ്റിന് ബ്രാഞ്ചസ് ഉള്ളതാണ്. ആ അമിലോപെക്റ്റിൻ പോലെയാണ് ഗ്ലൈക്കോജന്റെ സ്ട്രക്ചർ പറയുന്നത്. Glycogen. The carbohydrates are stored in animal body as glycogen. It is also known as animal starch because its structure is similar to amylopectin and is rather more highly branched. അമിലോപെക്റ്റിനുമായിട്ട് ഗ്ലൈക്കോജന്റെ സ്ട്രക്ചറിന് വളരെ സാമ്യമുണ്ട്. It is present in liver, muscles and brain. When the body needs glucose, enzyme break the glycogen down glucose. നമ്മുടെ ശരീരത്തിന് ഗ്ലൂക്കോസ് ആവശ്യം ഉണ്ടെന്ന് കേൾക്കുമ്പോൾ സിഗ്നൽ കൊടുത്ത് ഉടനെ തന്നെ ഈ എൻസൈം ഗ്ലൈക്കോജനെ ബ്രേക്ക് ചെയ്യുന്നു. ഗ്ലൈക്കോജൻ എന്ത് തരുന്നു? ഗ്ലൂക്കോസ് തരുന്നു. ഗ്ലൂക്കോസ് തരുമ്പോൾ നമുക്ക് എനർജി കിട്ടുന്നു അല്ലേ? Glycogen is also found in yeast and fungi. Carbohydrate reserved in animals, hence referred as animal starch. High concentration in liver, muscle and brain. ഗ്ലൈക്കോജന്റെ ഹൈ കോൺസെൻട്രേഷൻ കാണപ്പെടുന്നത് ലിവറില്, മസിൽസില്, അതുപോലെ തന്നെ തലച്ചോറില്. ഓൾസോ ഫൗണ്ട് ഇൻ പ്ലാന്റ്സ് ദാറ്റ് ഡു നോട്ട് ഹാവ് ക്ലോറോഫിൽ. ഈസ്റ്റ്, ഫംഗി, അതിനകത്തൊക്കെ ഗ്ലൈക്കോജൻ കാണും. അതിനൊരു കണ്ടീഷൻ ഉണ്ട്, ഗ്ലൈക്കോജൻ കാണണമെങ്കിൽ അവിടെ ക്ലോറോഫിൽ കാണാൻ പാടില്ല. ഈസ്റ്റിലും ഫംഗിലും ഒക്കെ ക്ലോറോഫിൽ ഇല്ല. ഗ്ലൂക്കോസ് ഇസ് ദ റിപ്പീറ്റിംഗ് യൂണിറ്റ്. അങ്ങനെ ഗ്ലൈക്കോജൻ നിർമ്മിച്ചിരിക്കുന്ന മോണോസാക്കറൈഡ് ഏതുകൊണ്ടാണ്? ഗ്ലൂക്കോസ് കൊണ്ട്. ഇപ്പൊ നമ്മള് കാർബോഹൈഡ്രേറ്റ്സിന്റെ കാർബോഹൈഡ്രേറ്റ്സിലെ ഡൈസാക്രൈഡും പോളിസാക്രൈഡുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഈ കാർബോഹൈഡ്രേറ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ഡെയിലി ലൈഫിലുള്ളത്. നമുക്കിത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് കാർബോഹൈഡ്രേറ്റ്. ജനറൽ ഇമ്പോർട്ടൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. Carbohydrates are initially synthesized in plants by photosynthesis. Carbohydrates are important for provide energy. നല്ല കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡൊക്കെ കഴിക്കുക. അതാണ് പണ്ടത്തെ കാർന്നോന്മാരൊക്കെ പറയുന്നത്, നമുക്ക് എന്തും കഴിക്കുക, നമ്മുടെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ആഹാരങ്ങളൊക്കെ നമ്മൾ കഴിച്ചാൽ നമുക്ക് നമ്മുടെ ശരീരം ആരോഗ്യത്തോടുകൂടി നിലനിൽക്കും. പ്രൊവൈഡ് എനർജി, അതുപോലെ സ്റ്റോർ എനർജി ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച് ഇൻ പ്ലാന്റ്സ്, ഗ്ലൈക്കോജൻ ഇൻ ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ്. ആനിമൽ സ്റ്റാർച്ച് ആണ് ഗ്ലൈക്കോജൻ. അതുപോലെ കാർബോഹൈഡ്രേറ്റ് സപ്ലൈ കാർബൺ ഫോർ സിന്തസിസ് ഓഫ് അതർ കോമ്പൗണ്ട്സ്, ഫോം സ്ട്രക്ചറൽ കമ്പോണൻസ് ഇൻ സെൽസ് ആൻഡ് ടിഷ്യൂസ്. വളരെയധികം ഇമ്പോർട്ടൻസ് ആണ് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ഡെയിലി ലൈഫിൽ.
ഓക്കെ, നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിന് പല കാര്യങ്ങൾ പഠിച്ചു. നിങ്ങൾ NCERT ടെക്സ്റ്റ് വായിക്കുക, അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.